ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ ശേഷിക്ക് വലിയ പ്രോത്സാഹനമായി ആന്ധ്രാപ്രദേശിലെ കുർണൂലിനടുത്തുള്ള DRDO പരീക്ഷണ ശ്രേണിയിൽ എയർ ടു ഗ്രൗണ്ട്, എയർ ടു എയർ മോഡുകളിൽ ആളില്ല ഏരിയൽ വെഹിക്കിൾ ലോഞ്ച്ഡ് പ്രിസിഷൻ ഗൈഡഡ് മിസൈൽ V3യുടെ അന്തിമ വികസന പരീക്ഷണങ്ങൾ പ്രതിരോധ ഗവേഷണ വികസന സംഘടന വിജയകരമായി പൂർത്തിയാക്കി. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആളില്ല ഏരിയൽ വെഹിക്കിൾ ലോഞ്ച്ഡ് പ്രിസിഷൻ ഗൈഡഡ് മിസൈൽ V3യുടെ അന്തിമ കോൺഫിഗറേഷൻ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയതോടെ ആളില്ല പ്ലാറ്റ്ഫോമുകൾക്കായി പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പ്രിസിഷൻ സ്ട്രൈക്ക് ശേഷി വിന്യസിക്കുന്നതിലേക്ക് ഇന്ത്യയുടെ പ്രതിരോധം ഒരു പടി കൂടി അടുത്തു. ആന്ധ്രാപ്രദേശിലെ കുർണൂലിനടുത്തുള്ള DRDO ശ്രേണിയിലാണ് പരീക്ഷണങ്ങൾ നടത്തിയത്. വായുവിൽ നിന്നും കരയിലേക്കും വായുവിൽ നിന്നും വായുവിലേക്കും ആയുധം പരീക്ഷിച്ചു. പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് റെസിഡൻസ് ചെക്കുകൾ മുതൽ ലോഞ്ച് കമാൻഡുകൾ വരെ എല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു സംയോജിത ഗ്രൗണ്ട് കൺട്രോൾ സിസ്റ്റം വഴിയാണ് ക്യാമ്പയിൻ നടത്തിയത്. നിർണായക ഘട്ടങ്ങളിൽ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും മനുഷ്യരുടെ ജോലിഭാരം കുറയ്ക്കുന്നതിനും അത്യാധുനിക ഓട്ടോമേഷൻ സംയോജിപ്പിച്ചതായി പ്രതിരോധ ഉദ്യോഗസ്ഥർ GCSനെ വിളിച്ചു. ഈ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇൻഡക്ഷനും സീരിയൽ ഉൽപാദനത്തിനും സിസ്റ്റം തയ്യാറാണെന്ന് കണക്കാക്കപ്പെടുന്നു. ആഭ്യന്തര ഇടപെടലിന്റെ ആഴമാണ് ഈ വികസനത്തെ വേറിട്ട് നിർത്തുന്നതെന്ന് ഉദ്യോഗസ്ഥർ പ്രസ്താവിച്ചു. ഡിസൈൻ മുതൽ ഉൽപാദനം വരെ ഈ പരിപാടി പൂർണ്ണമായും ഇന്ത്യൻ വ്യവസായത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഇത് പ്രതിരോധത്തിലെ സർക്കാരിന്റെ ആത്മനിർഭർ ഭാരത മുന്നേറ്റത്തിന് പുതിയ ആക്കം നൽകുന്നു. ഏറ്റവും പുതിയ പരീക്ഷണ റൗണ്ടിൽ 2 വ്യത്യസ്ത രീതികളിൽ ലക്ഷ്യങ്ങളെ ആക്രമിക്കുന്നതിലൂടെ ULPGM V3 അതിന്റെ വൈവിധ്യം പ്രദർശിപ്പിച്ചു. വായുവിൽ നിന്നും ഭൂമിയിലേക്ക് ലക്ഷ്യമിടാനുള്ള കോൺഫിഗറേഷനിൽ മിസൈൽ കൃത്യമായ ടാങ്ക് വിരുദ്ധ ആക്രമണങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഇത് സായുധ UAVകൾക്ക് കനത്ത സംരക്ഷിത കവചങ്ങൾക്കെതിരെ ഒരു സ്റ്റാൻഡ് ഓഫ് ശേഷി നൽകുന്നു. ആധുനിക യുദ്ധക്കളങ്ങൾ വർദ്ധിച്ചു വരുന്ന ആവശ്യകതയായ ഡ്രോണുകൾ, ഹെലികോപ്റ്ററുകൾ, മറ്റ് താഴ്ന്നു പറക്കുന്ന വായു ഭീഷണികൾ എന്നിവയെ നേരിടാൻ എയർ ടു എയർ മോഡ് അതിന്റെ കഴിവ് വികസിപ്പിക്കുന്നു. ഇന്റഗ്രേറ്റഡ് GCSന് ആയുധ സംവിധാനത്തെ തടസ്സമില്ലാതെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് പരീക്ഷണങ്ങൾ സ്ഥിരീകരിച്ചു. കൂടാതെ സന്നദ്ധതയും വിക്ഷേപണ ക്രമങ്ങളും ഓട്ടോമേറ്റ് ചെയ്ത ശേഷം ഗ്രൗണ്ട് സ്റ്റേഷൻ പ്രതികരണ സമയം കുറയ്ക്കുകയും വിശ്വാസ്യത മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. മത്സരാധിഷ്ഠിത പരിസ്ഥിതികളിൽ ആളില്ല സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കുമ്പോൾ ഇത് പ്രധാന ഘടകങ്ങളാണ്. നിലവിലെ ഘട്ടത്തിനായി ഉപയോഗിക്കുന്ന UAVകൾ ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള ന്യൂ സ്പേസ് റിസർച്ച് ആൻഡ് ടെക്നോളജീസ് വികസിപ്പിച്ചെടുത്തു. ഇപ്പോൾ മിസൈലുമായി വിജയകരമായി ജോഡിയാക്കി. ഹൈദരാബാദിലെ ഗവേഷണ കേന്ദ്ര ഇമാറാത്താൻ നോഡൽ ലബോറട്ടറി എന്ന നിലയിൽ വികസനത്തിന് നേതൃത്വം നൽകിയതെന്നും വിവരങ്ങൾ പറയുന്നു. ഹൈദരാബാദിലെ DRDOയുടെ പ്രതിരോധ ഗവേഷണ വികസന ലബോറട്ടറി, ചണ്ഡീഗഡിലെ ടെർമിനൽ ബാലിസ്റ്റിക് ഗവേഷണ ലബോറട്ടറി, പൂനെയിലെ ഹൈ എനർജി മെറ്റീരിയൽസ് ഗവേഷണ ലബോറട്ടറി എന്നിവയുടെ പിന്തുണയോടെയാണ് ഇത് വികസിപ്പിച്ചത്. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഭാരത് ഡൈനാമിക് ലിമിറ്റഡ്, അദാനി ഡിഫൻസ് സിസ്റ്റംസ് ആൻഡ് ടെക്നോളജീസ് ലിമിറ്റഡ് എന്നിവയുമായി DRDO പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിലൂടെയാണ് മിസൈൽ നിർമ്മിച്ചിരിക്കുന്നതെന്ന് പ്രതിരോധ ഉദ്യോഗസ്ഥർ പറഞ്ഞു. MSMEകളുടെയും സ്വകാര്യ സ്ഥാപനങ്ങളുടെയും വിശാലമായ ശൃംഖലകളെ ഇത് ആകർഷിച്ചു. പരീക്ഷണങ്ങൾ ഇപ്പോൾ ഒരു പക്വമായ ആഭ്യന്തര വിതരണ ശൃംഖലയെ സാധൂകരിച്ചിട്ടുണ്ട്. ഇത് ഉടനടി സീരിയൽ ഉൽപാദനത്തിനായി സജ്ജീകരിച്ചിരിക്കുന്നു. നൂതന ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിലെ പരമ്പരാഗത തടസ്സങ്ങളിലൊന്നും ഇല്ലാതാക്കുന്നു. വിജയകരമായ വികസന പരീക്ഷണങ്ങൾക്ക് DRDOയെയും പൊതുമേഖലാ യൂണിറ്റുകളെയും ഉൽപാദന പങ്കാളികളെയും വ്യവസായത്തെയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.